15 വർഷം ഭാരതത്തിൻ്റെ അതിർത്തിയിൽ പട്ടാള സേവനം പൂർത്തിയാക്കിയ ശേഷം നമ്മുടെ ജവാൻ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഇതിനു മുമ്പ് പലവട്ടം ജവാൻ നാട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇക്കുറി പട്ടാള ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കോവിഡ് മഹാമാരി ലോകത്തെ ആകെ മാറ്റിമറിച്ചിരുന്നു. ജവാന്റെ ജന്മനാടായ പഴന്തോട്ടം എന്ന കൊച്ചു ഗ്രാമത്തിലും മാറ്റങ്ങളുണ്ടായി. ഓൺലൈൻ പരിജ്ഞാനമുള്ളവരും ഇല്ലാത്തവരും അതിജീവനത്തിനായി കഷ്ടപ്പെട്ടു. പക്ഷെ ഈ മാറ്റങ്ങളൊന്നും നമ്മുടെ ജവാൻ അറിഞ്ഞതേയില്ല. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ജവാന്റെയും രാജ്യത്ത് ദിശാബോധമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ യത്നിക്കുന്ന സ്കൂൾ ടീച്ചറുടെയും കഥ ഇവിടെ തുടങ്ങുകയാണ്. ഗുഡ് മോർണിംഗ് മാഡം. വരൂ സർ, ഇരിക്കൂ. താങ്ക് യു. ഹലോ, ആ കുട്ടിയെ കൊണ്ട് വരാൻ ജയശ്രീ ടീച്ചറോട് പറയൂ. ടീച്ചർ ഇപ്പോൾ വരും സർ. ഓക്കെ. ഹായ്. ഹലോ, ഇതാണല്ലേ ജേക്ക്? അതെ. ഹലോ മോനെ. വരൂ സർ. ജേക്ക്. ശരി മേഡം. ഓക്കെ. ജേക്ക് മോൻ ആരാ ഈ ഫോൺ വാങ്ങിച്ചെന്ന്? പപ്പ. അപ്പൊ മോൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചില്ലേ ഒരു ചീത്ത വീഡിയോ? അതെവിടെ നിന്നാ കിട്ടിയേ? പറ ജേക്ക്. ടീച്ചറെ, മോൻ ഇഷ്ടമുള്ളൊരു സാധനം അങ്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാങ്ങിച്ചോ? ജയശ്രീ ടീച്ചർ പറഞ്ഞല്ലോ മോന് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന്. മേടിക്കേ. കഴിച്ചോ? ഇനി പറ മോനെ, ആ വീഡിയോ എവിടെ നിന്നാ കിട്ടിയേ? പപ്പയുടെ ഫോണീന്ന്. പപ്പയുടെ ഫോണിൽ നിന്ന് മോനെങ്ങനെ കിട്ടി? അത് ഞാൻ പപ്പ കാണാതെ പപ്പയുടെ ഫോണീന്ന് എടുത്തതാ. എന്നിട്ട് എന്തിനാ മോനത് ലച്ചുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തേ? അത് പിന്നെ പിള്ളേരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. കുഴപ്പം കാരണവന്മാരുടെ. പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സംഭവം ഇത്തിരി സീരിയസാ. ഈ വീഡിയോ എത്ര പേരുടെ കൈ പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സർ, ഇത് നമ്മുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഹേയ്, അക്കാര്യത്തിൽ മാഡം ടെൻഷനൊന്നും അടിക്കണ്ട. ലച്ചുവിൻ്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ ജെയ്ക്കിൻ്റെ ഫാദറിനെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിപ്പിച്ചോളാം. കുട്ടികൾക്കിടയിൽ ഈ മൊബൈൽ യൂസേജ് വളരെ കൂടിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അവർക്കൊരു സൈബർ ബോധവൽക്കരണ ക്ലാസ് കൊടുത്താൽ നന്നായിരിക്കും.
ആ ടീച്ചറെ, ജവാൻ നാട്ടിൽ വന്നിട്ട് പുതിയ ജോലി കയറിയല്ലേ? ഗിരിയേട്ടന് വീട്ടിൽ വെറുതെ ഇരിക്കാനൊരു മടി, അതുകൊണ്ടാ. നല്ലതാ. ഓക്കെ മാഡം. ശരി. ടീച്ചറെ, ആ നിർദ്ദേശം നല്ലതാണല്ലോ. എൻ്റെ പരിചയത്തിൽ സൈബർ ക്ലാസ് എടുക്കുന്ന ഒരാളുണ്ട്. നമുക്കൊന്ന് ചോദിച്ചാലോ? ഓക്കെ മാം. ജേക്ക്, ഇറ്റ്സ് ഓക്കെ. ജെയിംസേ, രാവിലെ ശരിയാക്കണമെന്ന് പറഞ്ഞല്ലേ ജെയിംസേ? നല്ല മഴയായിരുന്നു ടീച്ചറെ. അങ്കിൾ നെറ്റ് എപ്പോഴാ വരാ? എനിക്ക് കൊറിയൻ ബാൻഡ് കാണാനുള്ളതാണേ. ദേ ഇപ്പൊ വരും മോളെ. കൊറേ സ്ഥലത്ത് നെറ്റ് കംപ്ലൈന്റ് ആയിരുന്നു ടീച്ചറെ. പേടിച്ചു പോയല്ലോ. ഹുസൈനിക്കാടെ വീട്ടിലെ മിക്സി കംപ്ലൈന്റാ. ഞാൻ ഇന്ന് രാത്രി ഇടയ്ക്കിടയ്ക്ക് പേടിക്കാറുണ്ട്. വേഗാട്ടേട്ടോ, ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, അതാ. ചേട്ടാ വേഗാട്ടെ. ഹലോ, സുഖാണോ? വിശക്കുന്നുണ്ടോ? ഫുഡ് തരാം. കൊച്ചു പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കാതെ. ദിയ, പാറ്റയുടെ വഴിക്ക് പോട്ടെ. അമ്മ ഇതിനെ കൊല്ലമ്മേ. ഓ, നീ പാറ്റ ആദ്യമായിട്ട് കാണുവാണല്ലോ. പാറ്റ മാത്രല്ല, പല്ലിയും പഴുതാരും ഒക്കെ ആ അടച്ചിട്ടിരിക്കുന്ന അച്ഛമ്മയുടെ അച്ഛൻ്റെ മുറിയിലെ അന്തേവാസികളാ. നിന്റെ അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാലേ ഈ ജീവികളൊക്കെ കാർന്നോമാരുടെ ആത്മാക്കളാ. അമ്മേ, ഈ കാരണവന്മാരെന്ന് വെച്ചാ എന്താ? ഒന്നുമില്ല, നീ വേഗം ചായ കുടിച്ചേ, ഇപ്പൊ പാട്ടസാറ് വരും. കടിയൊന്നുമില്ലേ? കടി ഇതന്നല്ലേ എന്നും കടി, എനിക്കൊന്നും വേണ്ട. ചേട്ടാ ദേ ജവാൻ വന്ന്. ഇങ്ങനെ ടീച്ചറെ പറഞ്ഞല്ല, ചുമ്മാ ചൊറിഞ്ഞോണ്ട് വരും. വേഗാട്ടെ. രണ്ടാൾക്കും സാധകം പോരാ കേട്ടോ. ഞാൻ സാധകം ചെയ്യാറുണ്ട് മാഷേ. പോരാ, അതൊന്നും പോരാ.
ശരി, ശരി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാ ജവാനെ, എന്തൊക്കെയുണ്ട്? ജവാൻ ദേഷ്യത്തിലാണല്ലോ. ടീച്ചറെ നെറ്റ് ശരിയാ നോക്കിയേ. നോക്കട്ടെ ജെയിംസേ. വേണ്ട, അവൻ്റെ ഒരു ഓണടി. അച്ഛാ ദേ നെറ്റ് വന്നു. ആഹാ, അപ്പൊ ഇനി തിന്നാനും കുടിക്കാനൊന്നും വേണ്ടല്ലോ. ഗിരിയേട്ടാ, ചായ ഫ്ലാസ്കിലുണ്ട്, എടുത്ത് കുടിച്ചേക്കണേ. എനിക്ക് കേരളപ്പിറവിയുടെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഹലോ ഷംസു, ആ പറ. ഇവിടെ റൗട്ടർ കംപ്ലൈന്റ് ആയിരുന്നു, ഇതാ കേറുക. അവളുടെ ഒരു ശംശു. തള്ളയ്ക്ക് മോക്ക് ഓൺലൈൻ ഭ്രാന്ത. മോളെ പോയി കുളിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1956 നവംബർ 1-നാണ് കേരളം ഒരു സംസ്ഥാനമായി രൂപം കൊണ്ടത്. എന്നാൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാഷ, നമ്മുടെ മലയാള ഭാഷ കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ട് ബന്ധിതരായ ഒരു അതിന്റെ പേരുകൾ അന്വേഷിച്ചു പോയാൽ പക്ഷേ സോറി ഗിരിയേട്ടാ. വലിയൊരു നമസ്കാരം പറയാതെ വയ്യ. സഖ്യ പർവ്വതത്തിനും സമുദ്ര തീരത്തിനും ഇടയിൽ കിടക്കുന്ന സസ്യശ്യാമള കോമളമായിട്ടുള്ള ഈ ഭൂപ്രകൃതി, നമ്മുടെ അമ്മ മലയാളം, ആദ്യമായി അമ്മയെന്ന് മലയാളത്തിലെ കുഞ്ഞ് ഉച്ചരിച്ച നിമിഷം മുതൽ ആദ്യമായി മോനെ മോളെ എന്ന് അമ്മയും അച്ഛനും വിളിച്ച് മലയാളത്തിൽ സംസാരിക്കുന്നതിന് ലോകത്തിൽ മാതൃഭാഷയിൽ സംസാരിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ, പ്രത്യേകിച്ചും ഒരു സ്കൂളിനുള്ള സന്ദേശത്തിൽ
ഭാഷകൾ. അമ്മ എണ്ണ തരുവോ? എണ്ണ വെക്കുന്നതേ രാവിലെയാ. നീ ഇപ്പൊ മേല് കഴുകിയാ മതി. അമ്മ വാ. വാശി പിടിക്കില്ലേ ദിയ, പോയി കുളിച്ചേ. ഞാൻ ഈ മീറ്റിംഗ് ഒന്ന് തീർക്കട്ടെ. അച്ഛൻ എങ്ങോട്ട് പോവാ? ഗിരിയേട്ടാ, ഈ കവല വരെയല്ലേ പോണുള്ളൂ. അതിന് ഈ അലക്കി തേച്ച ഡ്രസ്സ് വേണോ? നീ അവിടെ കമ്പ്യൂട്ടറും കുത്തി കളിച്ചിരുന്നാൽ മതി. എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് ഞാൻ ഇടുന്നത്. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. അമ്മയെ പോലെ നെറ്റ് ഉറ്റി വിഴിഞ്ഞാലേ വിശപ്പ് മാറൂല. പോയി വല്ലതും കഴിക്ക് കേട്ടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പൂ ഈ വീട്ടിൽ കയറ്റണമെന്ന്. ഇനി പറച്ചിലുണ്ടാവില്ല. അവളുടെ ഒടുക്കത്തില്ല മുല്ലപ്പൂ. അമ്മേ, ഈ അച്ഛൻ എന്താ മുല്ലപ്പൂവിനോട് ഇത്ര ദേഷ്യം? ആ പെണ്ണിന്റെ തലയിലെ മുല്ലപ്പൂ ഒന്ന് അഴിച്ചു മാറ്റണേ. ജവാന് മുല്ലപ്പൂ അലർജിയാ. അപ്പൊ ഇന്നത്തെ പൈതലോട്ട് സ്പോൺസർ ചെയ്ത നമ്മുടെ എല്ലാവരുടെയും ചങ്കായിട്ടുള്ള ജവാൻ ഗിരിക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനം. തൊണ്ട് കളഞ്ഞ വെളുത്തുള്ളി. ഇതായിരുന്നാ എന്റെ വീട്ടിലൊരു കുപ്പി നിറച്ചു ഇത് തന്നെയാ. എന്തായാലും എന്റെ ശീലങ്ങളൊന്നും നിങ്ങൾ മറന്നില്ലല്ലോ. അത് കൊള്ളാം, ഞങ്ങൾ മറക്കോ? എടാ ചക്കരെ, നിന്റെ സന്തോഷമില്ലടാ ഞങ്ങളുടെ സന്തോഷം. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, അതിർത്തി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇവനെന്തിനാ നാട്ടിൽ വന്ന് പണിക്ക് പോണേ? അല്ലാതെ ഞാൻ വീട്ടിലൊറ്റയ്ക്ക് കുത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാ? കൊച്ചും പെണ്ണുമ്പിള്ളയും കാലത്ത് തന്നെ സ്കൂളിൽ പോകും. തിരിച്ചു വന്നാലോ കമ്പ്യൂട്ടറായി, ഓൺലൈൻ ക്ലാസ് ആയി, മൊബൈലായി. ഇപ്പൊ ഈ ജോലിയാണെങ്കിണ്ടല്ലോ 10 ആളെ കണ്ട് ബാങ്കിലേക്കാ. അത് ശരിയാ, വെറുതെ വീട്ടിലിരുന്ന് തുരുമ്പ് പിടിക്കണ്ടല്ലോ. ബാബുക്കുട്ട അടുത്തൊഴി. എന്റെ ക്ലാസ് തരും. എടാ ഗിരി, എടാ ഗിരിയേ, നീ മുത്താടാ, മുത്തുക്കട. ഈ മിലിറ്ററി കോട്ട കഴിക്കുന്ന സുഖം നാട്ടിലെ ഒരു കോപ്പ് കഴിച്ചാലും കിട്ടത്തില്ല. അച്ഛൻ എന്തോ പറയാനുണ്ട്? ഈ പൈതലോട്ട് ഗംഭീരാക്കാൻ വേണ്ടിട്ട് ഗിരിയുടെ വക ഒരു അടിപൊളി പാട്ട്. നിർത്ത് തുടങ്ങാൻ വരട്ടെ. ഇച്ചായ, അങ്ങനെ വെറുതെ പാടാൻ പറ്റൂല. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വേണം പാടാൻ. വെടിക്കെട്ടോ? എവിടെ? വെടിക്കെട്ടല്ലടാ ജൂനിയറെ, ഡെഡിക്കേറ്റ്. എടാ, അതായത് നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സ്വൈര്യക്കേട് ഉണ്ടാക്കാതെ ബിവറേജുകളിൽ പോയി അനുസരണാപാലന്മാരായി മദ്യം വാങ്ങി നമ്മുടെ സർക്കാരിനെ സഹായിക്കുന്ന ഇന്നാട്ടിലെ മുഴുവൻ നല്ലവരായ കുടിയന്മാർക്കും വേണ്ടി ഈ പൈതലോട്ട് പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്താ കേട്ടാ? എടാ ജൂനിയറെ, നമ്മുടെ ഒരു ദോസ്തിന്റെ വാട്സപ്പ് മെസ്സേജ് കിട്ടാൻ എന്തെങ്കിലും ഒരു കുറുക്കുവഴിയുണ്ടോ? അതൊക്കെ സീനാണ് ഗിരിയേട്ടാ. പ്ലീസ് ഒന്ന് ശരിയായതാ. സുക്കരണ്ണന്റെ ഫ്രണ്ടാ ഗിരിയേട്ടൻ, ആയോണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഇവന് ഫുൾ ടൈം ഓൺലൈനിൽ കാണാം. ഓക്കെ, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് എന്നെ ഇടപാടെന്നൊന്നും അറിയണം. ഗിരിയേട്ടൻ ഒരു കാര്യം ചെയ്യും, ആ വേണ്ട ആളുടെ നമ്പർ ഒന്ന് ഫോണിൽ സേവ് ചെയ്യും, ബാക്കി ഞാൻ സെറ്റ് ചെയ്യാം. പിന്നെ ചെലവുണ്ട്. ശരിയാക്കാം. അപ്പോൾ ഡൺ, വൈകുന്നേരം കാണാം. ഓക്കെ, വൈകുന്നേരം സെറ്റ് ആക്കാം. ഓട്ടോ എടുത്ത് വെച്ചോ.
രാവിലെ എഴുന്നേറ്റ് കെട്ടിവനിച്ചിട്ട് ചായ ഉണ്ടാക്കി തരണമെന്ന് ഒരു വിചാരമില്ല. ടീച്ചറാണ് ടീച്ചർ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, പാതിര വരെ ഫോണിൽ കുത്തിയിരുന്ന് ശീലിച്ചു പോയില്ലേ. ഈയിടെ ജയശ്രീ ഗിരിയേട്ടാ, ഈ കുഴമ്പത്തേക്കിൽ എന്നും വേണോ? വേണം വേണം. ക്യാമ്പിൽ പട്ടാളക്കാർക്കേ ഞരമ്പില് ബലമുണ്ടാവാൻ കുറുന്തോട്ടി കുഴമ്പ് നിർബന്ധ. അതുകൊണ്ട് ഇന്ത്യ മഹാരാഷ്ട്ര മുഴുവൻ കുറുന്തോട്ടി വെച്ച് പിടിപ്പിച്ചിരിക്കല്ലേ പട്ടാളക്കാർ കുഴമ്പുണ്ടാക്കും. അല്ല, ഈ വീട്ടിൽ എന്തോ ഒരു സ്ഥലമുണ്ട്, അടുക്കളയിൽ തന്നെ വേണോ ഈ കുഴമ്പത്തേക്കില്? ഇതേ എന്റെ വീട്, എന്റെ അടുക്കള, എന്റെ ബോഡി, എന്റെ കുഴമ്പ്. ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല പിന്നെ അവിടെ തന്നെ വയ്ക്കും. ഒരു ദിവസം ഞാൻ കുഴമ്പൊഴി കറി വെച്ചിട്ടു. ജവാന്റെ ആലോചന വന്നപ്പോ അമ്മ എന്താ പറഞ്ഞേ? അച്ഛന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടത് മരുമകനാണ് അല്ലേ? ഒരു ജവാനെ മാത്രമേ ജീവിത പങ്കാളിയാക്കൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു ധീര ജവാന്റെ മകളായ ജയശ്രീയെ രാജ്യത്തിന് വേണ്ടി ഞാൻ ആദരിക്കുന്നു. എന്നിട്ടോ അങ്ങേരുടെ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പന്മാർക്കും സ്ഥാനവും മറുത്ത്, നിങ്ങൾക്കോ ഈ അടുക്കളയിൽ തൃപ്തിയായല്ലോ. അമ്മയ്ക്ക് ഇത് തന്നെ വേണം, കൊണക്കായിപ്പോയി. ഇതെന്തിനാ? അരിയിട പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ചോറുണ്ടാക്കാനേ ആർക്കും പറ്റും. കിണറ്റിൽ നിന്ന് ബക്കറ്റ് ഇട്ട് തുടിച്ച് വെള്ളം കോരിയെടുക്കണം. ആ വെള്ളത്തിലെ ഓക്സിജൻ ഉണ്ടാകും. ഒരു എളുപ്പപ്പണി കണ്ടുപിടിച്ചേക്കണം. എന്നാലേ ഗിരിയേട്ടിന് ഇത്തിരി വെള്ളം കൊടുത്ത. നീ ഇത് ആരോടാടി പറയണേ? അതിർത്തി കാത്തവനോട് അടുക്കളക്കാരും പറയുന്നു.